So in the last class we discussed about water pollution and the major factors of water pollutions like sewage, water, industrial runoff, then soaps and detergents. Now we are moving towards the effect of pesticides on water pollutions. We know important pesticides like DDT, malathion, parathion. ഇതെല്ലാം പെസ്റ്റിസൈഡ്സ് ആണ്. ക്ലോഡൈൻ, ലിൻഡെയിൻ, ഇതൊക്കെ ദീസ് ആർ ദ പെസ്റ്റിസൈഡ്സ് ദറ്റ് ആർ എൻറ്റർ ഇൻ ടു വാട്ടർ ബോഡീസ് ത്രൂ അഗ്രികൾച്ചറൽ റൺ ഓഫ്. നമ്മൾ കൃഷി സ്ഥലത്ത് ഉപയോഗിക്കുമ്പോൾ അത് അഗ്രികൾച്ചറൽ റൺ ഓഫ് അതിലൂടെ വന്നിട്ട് വാട്ടർ ബോഡീസിലേക്ക് എത്തും. ഓർ ബൈ ഡയറക്റ്റ് ഡെപ്പോസിഷൻ ഫ്രം എയറിൽ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ അത് ഡെപ്പോസിറ്റ് ചെയ്യും വാട്ടർ ബോഡീസിൽ. ഓക്കെ, ദെൻ ഡയറക്റ്റ് സ്പ്രേസ് ഓൺ വാട്ടർ സർഫസ്. നമ്മൾ വാട്ടർ സർഫസിലും ഈ പെസ്റ്റിസൈഡ്സ് ഒക്കെ അപ്ലൈ ചെയ്യാറുണ്ട് in order to kill the pesticides like mosquitoes ഒക്കെ. So they will enter into the water bodies by different ways. The pesticides like DDT, malathion, parathion, cordon, etc. will enter into the water bodies by agricultural runoff, deposition from air, and by direct sprays on the water surface to kill pesticides like mosquitoes, etc. ഓക്കെ, വെൻ ദേ എൻറ്റർ ഇൻ ടു ദ വാട്ടർ സിസ്റ്റം, നമ്മൾ റിവറിലോ അല്ലെങ്കിൽ മറ്റ് കുളങ്ങളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ദേ വിൽ അക്യുമുലേറ്റ് ഇൻ ദ on the all the parts of the water component. അത് മുഴുവൻ പിന്നെ വാട്ടർ കമ്പോണൻസിലെല്ലാം ഇത് അക്യുമുലേറ്റ് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് പെർസിസ്റ്റൻറ്റ്. എന്താ പെർസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കും അല്ലേ. ആൻഡ് ദാറ്റ് വിൽ പെർസിസ്റ്റ് ഇൻ ദ സോല്യൂബിൾ ഓർ സസ്പെൻഡഡ്. ചിലപ്പോൾ വാട്ടറിൽ സോല്യൂബിളായി നിൽക്കാം, ഓർ ഇറ്റ് മേ സസ്പെൻഡഡ് ഫോം. ദാറ്റ് ഈസ് ഇൻ ദി സസ്പെൻഡഡ് ഫോം. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ പെസ്റ്റിസൈഡ്സ്. ദാറ്റ് പെസ്റ്റിസൈഡ്സ് ലൈക്ക് ദീസ് തിങ്സ് എൻറ്റർ ഇൻ ടു വാട്ടർ ബോഡീസ് ബൈ അഗ്രികൾച്ചറൽ റൺ ഓഫ്, deposition from air, direct sprays on water, and they will accumulate on the water surface, and they will persist in soluble form or in suspended form. Okay, so ഇങ്ങനെ പെസ്റ്റിസൈഡ്സ് ഉണ്ടായി എന്താ പ്രശ്നം നമുക്കറിയാം. ഫുഡ് ചെയിൻ, വി ആർ ഫെമിലിയർ വിത്ത് ഫുഡ് ചെയിൻ. എന്താ ഫുഡ് ചെയിൻ? ചെറിയ ബാക്ടീരിയാസ് ഉണ്ടായിരിക്കും അല്ലെ. വാട്ടർ ബോഡീസിലുള്ള ബാക്ടീരിയാസിനൊക്കെ ഈറ്റ് ചെയ്യുന്നത് ആരാണ്? കുറച്ചുകൂടി വലിയ സൈറ്റോ പ്ലാങ്ക്ടൺ പോലെയുള്ള സ്പീഷീസ് ബാക്ടീരിയാസിനൊക്കെ ഈറ്റ് ചെയ്യും. അതിനെ മറ്റ് അക്വാറ്റിക് ഓർഗാനിസംസ് ലൈക്ക് ഫിഷ്, ചെറിയ ചെറിയ ഇതൊക്കെ അതിനെ കൺസ്യൂം ചെയ്യും. ദെൻ that will consumed by birds, then man. Okay, so ഈ ഫുഡ് ചെയിൻ ഉണ്ട് അല്ലേ. അപ്പോൾ it is observed that in the case of food chain the accumulation of these pesticides is higher at the top of the food chain. ഇങ്ങനെ നമുക്കറിയാം നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് വളരെ കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ ബാക്ടീരിയാസ് കുറച്ച് ഇത് കൺസ്യൂം ചെയ്യുള്ളൂ. ഇതിനെ കൂടുതൽ ഫിഷ് കൺസ്യൂം ചെയ്യുന്നു, നമ്മൾ കൂടുതൽ ഫിഷിനെ കൺസ്യൂം ചെയ്യുന്നു. സോ what will happen? The concentration of these pesticides is higher in the top of the food chain. ഫുഡ് ചെയിനിൽ ടോപ്പിൽ നിൽക്കുന്നവർക്ക് എന്തുണ്ടായിരിക്കും? അക്യുമുലേഷൻ ഓഫ് മോർ കോൺസെൻട്രേഷൻ ഓഫ് ദിസ് പെസ്റ്റിസൈഡ്സ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് വെരി ടോക്സിക്, ഹൈലി ടോക്സിക് ആൻഡ് ക്യാൻ ഡാമേജ് മെനി ഓഫ് അവർ ഓർഗാനിസംസ്. ദാറ്റ് വിൽ ഡിസ്ട്രോയ് ദ ഓർഗാനിസംസ്. എന്താ പറഞ്ഞത്? ഫുഡ് ചെയിൻ ഉണ്ട് അല്ലേ. ഇപ്പോൾ വാട്ടർ ബോഡീസിൽ ഈ പെസ്റ്റിസൈഡ്സ് വന്നാൽ ഇവൻച്വലി ദാറ്റ് വിൽ എൻറ്റർ ഇൻ ടു അവർ ബോഡീസ്. ഫിഷ്, ബേർഡ്സ്, മാൻ അവരുടെ ബോഡീസിലേക്ക് വരും. സോ അക്കോർഡിംഗ് ടു ബയോമാഗ്നിഫിക്കേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ട്. അത് നമ്മൾ പിന്നെ ഇനി ഡിസ്കസ് ചെയ്യൂ കേട്ടോ. സോ ബയോമാഗ്നിഫിക്കേഷൻ, ദ അക്യുമുലേഷൻ ഓഫ് ദീസ് പെസ്റ്റിസൈഡ്സ് ഈസ് higher in that organism that is at the top of the food chain, and it has some toxic effect and can destroy all organisms. Then we want to study what is the effect of these pesticides in a human body. In the case of humans, they will persist in our body for many years, and you know, a chlorinated hydrocarbon like pesticides, chlorinated hydrocarbons ulla pesticides that will affect the central nerve system. Nerve systemine adu saramai baadhikkum, and also the reproductive system.
ഇതിനെയൊക്കെ അത് എഫക്റ്റ് ചെയ്യും. സോ ദ പ്രസൻസ് ഓഫ് ക്ലോറിനേറ്റഡ് ഹൈഡ്രോകാർബൺസ് ഇൻ അവർ ഹ്യൂമൻ ബോഡി വിൽ എഫക്ട് ദ നെർവ് സിസ്റ്റം ആൻഡ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ആൻഡ് they will accumulate in the many parts of the body and have toxic influences, and it causes cancers, hypertension, then sterility, etc. Hypertension, sterility, etc. So these are the toxic effect. They will affect the central nerve system, reproductive system. They causes cancer, hypertension, sterility, and damage to kidney, etc. And we can say one by one, that is excessive concentration of these chlorinated hydrocarbons can affect the human tissues and cause hormonal imbalance. It can cause hormonal imbalance, chlorinated, okay, and leukemia, and can cause the cancer like leukemia. Chlorinated hydrocarbons are pesticides engil that will cause hormonal imbalance and cancers like leukemia. And you know, organophosphate type of pesticide can interact with the nerve system, that will damage the nerve system. Okay, so chlorinated hydrocarbon type pesticides that will affect the hormonal imbalance and can cause cancer. Organophosphatic type pesticides will influence the central nerve system. Okay, that will lead to paralysis. തളർന്നു പോകും നമ്മൾ, പാരാലിസിസിന് വരെ കാരണമാവുന്നുണ്ട്. Okay. Then it will affect, these pesticides will affect the functioning of sex hormones. Sex hormones in the production, adinte functioning ഒക്കെ സാരമായിട്ട് ബാധിക്കും. And if it affects on sex hormones, that will lead to സ്റ്റെറിലിറ്റിക്ക് കാരണമാവും. Okay, and higher concentration of these things in women can cause abortion, and that is if the woman is pregnant, that may lead to infant deformities nakka karanavum. Okay, so the presence of pesticides in women can cause abortion, and for pregnant ladies, that is the infant may have deformities. കുട്ടികൾക്ക് ഡിഫോർമാറ്റീസ്, അതായത് മെൻ്റൽ റിട്ടാർഡേഷൻ ഉള്ള കുട്ടികളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ആൻഡ് അനദർ തിങ്സ് ദാറ്റ് ക്യാൻ ഡാമേജ് ടു കിഡ്നിയെ ഡാമേജ് ചെയ്യിക്കാൻ പറ്റും. ആൻഡ് ഈവൻ ദ ഹയർ കോൺസെൻട്രേഷൻ ക്യാൻ ലീഡ്സ് ടു ഡെത്ത് ഇറ്റ് സെൽഫ്. ഓക്കെ, so these are the important aftermaths of pesticides. Okay, and day by day the amount of pesticides in the water bodies are increasing, and that will leads to the destruction of several aquatic organisms, plants, and fishes, birds, etc. So that means their population is decreasing day by day. Okay, ആൻഡ് നമ്മൾ ഈ പെസ്റ്റിസൈഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ആദ്യം ഓർമ്മ വരുന്നത് എൻഡോസൾഫാനാണ് അല്ലേ, കാസർഗോഡ് ജില്ലയിൽ. ഓക്കെ, ഈ മറ്റേ കാഷ്യൂനട്ട് ഇൻഡസ്ട്രി അതിൻ്റെ പ്ലാന്റ്സിൽ നമ്മൾ ആ കീടങ്ങളെ കളയാൻ വേണ്ടിയിട്ടായിരുന്നു എൻഡോസൾഫാൻ കൂടുതലായിട്ട് യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ അവിടെ ഉണ്ടാകുന്ന കുട്ടികൾക്ക്, അവിടെയുള്ള ആളുകൾക്കൊക്കെ മെൻ്റൽ റിട്ടാർഡേഷൻ കണ്ടു. ദെൻ ഫിസിക്കൽ പുതുതായി ജനിക്കുന്ന കുട്ടികൾക്ക് ഡിഫോർമാറ്റീസ് ഉണ്ടായി, ബർത്ത് ഡിസോർഡേഴ്സ്, കുറേ പേര് ഇൻഫെർട്ടിലിറ്റി, സെറിബ്രൽ പാൾസി, എപ്പിലെപ്സി, ക്യാൻസർ, തരത്തിലുള്ള ക്യാൻസറൊക്കെ ഉണ്ടായത്. ആൻഡ് ദാറ്റ് ഈസ് ആ വില്ലൻ എന്ന് പറയുന്നത് എൻഡോസൾഫാനാണ് അല്ലേ. ആൻഡ് ഇറ്റ് ഈസ് എ ക്ലോറിനേറ്റഡ് ഹൈഡ്രോകാർബൺ ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ എഫക്റ്റ് ഓഫ് പെസ്റ്റിസൈഡ്സ്. എന്താണ് പെസ്റ്റിസൈഡ്സ്? ഡിഫറെൻറ്റ് പെസ്റ്റിസൈഡ്സ് എൻ്റർ ഇൻ ടു വാട്ടർ ബോഡീസ് ബൈ അഗ്രികൾച്ചറൽ റൺ ഓഫ് ആൻഡ് സ്പ്രേസ് ഓൺ വാട്ടർ. ഓക്കെ, ആൻഡ് ദാറ്റ് വിൽ എഫക്റ്റ് ഇൻ ദ ഫുഡ് ചെയിൻ, ആൻഡ് യൂഷ്വലി ദെയർ അക്കുമുലേഷൻ ഈസ് ഹൈ ഇൻ ദി ടോപ്പ് ഓഫ് ദ സ്പീഷീസ് ഇൻ ദ ഫുഡ് ചെയിൻ. അപ്പോൾ നമ്മളായിരിക്കും കൂടുതൽ എമൗണ്ട് ഉണ്ടായിരിക്കുക. ആൻഡ് so that is highly toxic. And in human, chlorinated hydrocarbon can affect the nerve system, reproductive system. പിന്നെ ഓരോന്നായിട്ട് എടുത്തു പറഞ്ഞതാണ്. ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും. ഓർഗാനോഫോസ്ഫേറ്റ് ഉള്ള പെസ്റ്റിസൈഡ്സ് ആണെങ്കിൽ that will lead to nerve disorder and paralysis also, and it will affect the functioning and production of sex hormones, so leads to sterility. Then in the case of women, that may lead to abortion, and the infant may become having some deformities, and it can affect kidney, and higher concentration may leads to death itself. Well-known example is the endosulfan and its effect.
ഓക്കെ, നെക്സ്റ്റ് വി വോണ്ട് ടു സ്റ്റഡി വാട്ടർ പൊല്യൂഷൻ ബൈ അതർ ഫാക്ടർ ഫെർട്ടിലൈസർ. അപ്പോൾ ഇതുവരെ നമ്മൾ ഏതൊക്കെ പഠിച്ചു കുട്ടികളെ? വാട്ടർ പൊല്യൂഷൻ ബൈ സീവേജ്, വാട്ടർ പൊല്യൂഷൻ ബൈ ഇൻഡസ്ട്രിയൽ ഇൻഫ്ലുവൻസ്, വാട്ടർ പൊല്യൂഷൻ ബൈ സോപ്സ് ആൻഡ് ഡിറ്റർജൻറ്റ്സ്, ദെൻ ബൈ പെസ്റ്റിസൈഡ്സ്, ദെൻ നൗ വി വോണ്ട് ടു സ്റ്റഡി ദ ഫെർട്ടിലൈസേഴ്സ്. എന്താണ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ? വളങ്ങൾ അല്ലേ? നൈട്രജൻ, ഫോസ്ഫറസ്, അങ്ങനെ പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള NPK വളങ്ങളൊക്കെ അല്ലേ? എന്തിനാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ഈൽഡ് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലേ? നല്ലൊരു ക്രോപ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വളങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ആഡഡ് ഇൻ ദ പാർട്ട് ഓഫ് എ ഗ്രീൻ റവല്യൂഷൻ. ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നല്ല പ്രോഡക്ട്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഫെർട്ടിലൈസേഴ്സ് എല്ലാം ആഡ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് നന്നായി ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് വി ആർ ആഡിങ് ഇൻ എക്സസ് എമൗണ്ട്. അതിന് നമ്മളുടെ പ്ലാന്റിന് ആവശ്യമുള്ള ഇതിനേക്കാൾ കൂടുതലാണ് നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യുന്നത്. കാരണം എന്താണ്? നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ വേണം, എന്നാലേ നമുക്ക് ലാഭം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ വി ആർ ആഡിങ് എക്സസ് ഓഫ് ദിസ് ഫെർട്ടിലൈസേഴ്സ്. സോ എക്സസ് ആവുമ്പോൾ പ്ലാന്റ് അബ്സോർബ് ചെയ്തിട്ട് ബാക്കി കിടക്കുന്ന എക്സസ് ഫെർട്ടിലൈസേഴ്സ് വിൽ എൻ്റർ ഇൻ ടു ദി ഫ്രഷ് വാട്ടർ ബോഡീസ് ത്രൂ അഗ്രികൾച്ചറൽ റൺ ഓഫ്. അപ്പോൾ അഗ്രികൾച്ചറൽ ഫീൽഡിൽ നിന്നും നമ്മൾ ഫ്രഷ് വാട്ടർ ബോഡീസിലേക്ക് അത് എൻ്റർ ചെയ്തിട്ട് ദാറ്റ് ക്യാൻ cause water pollutions. What is അപ്പോൾ എന്താ ഫെർട്ടിലൈസേഴ്സ്? ഫെർട്ടിലൈസേഴ്സ് ആർ ആഡഡ് ടു അഗ്രികൾച്ചറൽ ഫീൽഡ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ ക്രോപ്പ് ഈൽഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ബട്ട് വി ആർ ആഡിങ് എക്സസ് എമൗണ്ട്സ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് ദ എക്സസ് ഫെർട്ടിലൈസേഴ്സ് ആർ എൻ്റർ ഇൻ ടു ദ വാട്ടർ ബോഡീസ് ത്രൂ അഗ്രികൾച്ചറൽ റൺ ഓഫ് ആൻഡ് ദാറ്റ് വിൽ ലീഡ്സ് ടു വാട്ടർ പൊല്യൂഷൻ. ആൻഡ് വാട്ട് ഈസ് ദ ആഫ്റ്റർ? എന്താണ് ഈ പ്രശ്നം? ഈ ഫെർട്ടിലൈസേഴ്സ് ഉണ്ടായാൽ ആൻഡ് ദർ ആർ ടു ഇമ്പോർട്ടൻറ്റ് തിങ്സ്. ദ ആഫ്റ്റർ മാസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഇൻ വാട്ടർ പൊല്യൂഷൻ ഈസ് യൂട്രോഫിക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, കുറച്ചുകൂടിയും പഠിക്കാനുണ്ട്. യൂട്രോഫിക്കേഷൻ ആൻഡ് ദ നെക്സ്റ്റ് അഡ്വേഴ്സ് എഫക്റ്റ് ഈസ് ബ്ലൂ ബേബി സിൻഡ്രോം. ഈ രണ്ട് കാര്യങ്ങളാണ് ദ പ്രസൻസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഇൻ ദ വാട്ടർ അതിന് കാരണം വന്നു. യൂട്രോഫിക്കേഷൻ ആൻഡ് ബ്ലൂ ബേബി സിൻഡ്രോം. ഓക്കെ, സോ എന്താ യൂട്രോഫിക്കേഷൻ? നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ? ആൽഗൽ ഗ്രോത്ത്. ഓക്കെ, അതാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ദറ്റ് മീൻസ് ഫെർട്ടിലൈസർ കണ്ടാമിനേറ്റഡ് വാട്ടർ. ഫെർട്ടിലൈസേഴ്സ് കാരണം കണ്ടാമിനേറ്റഡ് ആയ വാട്ടർ ദറ്റ് കണ്ടെയ്ൻ എക്സസ് ഓഫ് നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ്. ഓക്കെ, അപ്പോൾ അത്തരം വാട്ടർ ബോഡീസിൽ എക്സസ് നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് ഉണ്ടായിരിക്കും. സോ ദാറ്റ് മേ ലീഡ്സ് ടു വാട്ടർ ന്യൂട്രിയൻ റിച്ച്, നല്ല ന്യൂട്രിയൻ റിച്ച് ആയിട്ട് മാറും ആ വാട്ടർ. Okay, so what will happen? It will lead to the massive growth of plants like algae. That will lead to the massive growth of plant like algae. So in the eutrophication, the fertilizer contaminated water contain excess of nitrogen and phosphorus. That means the water become nutrient rich and that leads to the massive growth of algae. അങ്ങനെ ആൽഗെ ഉണ്ടാവുന്നതിനെ നമ്മൾ ആൽഗൽ ബ്ലൂം എന്നാ പറയുക അല്ലേ? ആൽഗൽ ബ്ലൂം എന്നാണ് പറയുക. സോ വാട്ട് വിൽ ഹാപ്പൻ? ഇങ്ങനെ ആൽഗെ ഉണ്ടായി എന്താ ചെയ്യുക? that will reduce the oxygen content in water. ഓക്സിജൻ കണ്ടൻറ്റ്, വാട്ടറിലുള്ള ഡിസോൾഡ് ഓക്സിജൻ്റെ എമൗണ്ട് അത് കുറയ്ക്കും. സോ ദാറ്റ് വിൽ ലീഡ്സ് ടു ദി ഡിപ്ലീഷൻ ഓഫ് ഡിസോൾഡ് ഓക്സിജൻ്റെ എമൗണ്ട് കുറയും. ആൻഡ് ദ വാട്ടർ ബിക്കം എ ഡെഡ് പൂൾ, ഒരു ഉപയോഗമില്ലാത്തൊരു ഡെഡ് പൂളായിട്ട് മാറും. സോ ദാറ്റ് വിൽ ലീഡ്സ് ടു ദ ഗ്രോത്ത് ഓഫ് അതർ ലിവിങ് ഓർഗാനിസംസ് ഇൻ വാട്ടർ. മറ്റു വാട്ടർ ബോഡീസിനെ ഇത് സാരമായിട്ട് ബാധിക്കും, കാരണം ഓക്സിജൻ്റെ എമൗണ്ട് കുറയും. അപ്പോൾ മറ്റു വാട്ടർ ബോഡീസ് എല്ലാം ദാറ്റ് may leads to their death. അതായത് ഒരു അനൈറോബിക് കണ്ടീഷനാണെന്ന് പറയും. അനൈറോബിക് എന്ന് വെച്ചാൽ എയർ ഇല്ലാത്തൊരു കണ്ടീഷനിലേക്ക് വരും. സോ അത്തരം പ്രോസസ്സ് ഒന്നും അവിടെ നടക്കില്ല. സോ ദാറ്റ് വിൽ ലീഡ്സ് ടു ദ ഡെത്ത് ഓഫ് മെനി സ്മോൾ ഓർഗാനിസം വാട്ടർ ബോഡീസ്. ഓക്കെ, ആൻഡ് ദെൻ അനദർ എഫക്റ്റ് ഈസ് ഇങ്ങനെ ഓക്സിജൻ ഇല്ലാത്തത് കാരണം ഡീഗ്രഡേഷൻ ഒന്നും നടക്കില്ല. സോ ദാറ്റ് വിൽ ലീഡ്സ് ടു ഫൗൾ സ്മെല്ലിങ്. ഇങ്ങനെ വാട്ടർ ബോഡീസിലുള്ള എല്ലാം കൂടി അക്കുമുലേറ്റ് ചെയ്തിട്ട് ഒരു ഫൗൾ സ്മെല്ലിങ്ങിന് കാരണമാവും. ഓക്കെ, സോ ഈ മൊത്തം പ്രോസസ്സിനെ പറയുന്ന പേരാണ് യൂട്രോഫിക്കേഷൻ. സോ ഹൗ വി ക്യാൻ ഡിഫൈൻ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് the nutrient enriched water bodies support dense plant population like algal population.
algal population increase ചെയ്യും and kills the animal life. Animal life ne kill ചെയ്യും by decreasing the oxygen amount decrease ചെയ്തിട്ട് and leads to subsequent loss of biodiversity and that is known as eutrophication. Okay, so what is eutrophication? The process in which the nutrient-rich water bodies support the dense plant population like algae that support the growth of a dense plant like algae and kills the animal life by decreasing the oxygen content, or that is or by creating an anaerobic conditions and leads to subsequent loss of biodiversity. മനസ്സിലായോ? എല്ലാ കാര്യങ്ങളും കൂടി ഒന്നിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്താ യൂട്രിഫിക്കേഷൻ? ദ പ്രോസസ് ഇൻ വിച്ച് ദ ന്യൂട്രിയൻറ്റ് റിച്ച് വാട്ടർ ബോഡീസ് സപ്പോർട്ട് എ മാസീവ് പ്രൊഡക്ഷൻ ഓഫ് ആൽഗൽ ഗ്രോത്ത് ആൻഡ് ദാറ്റ് വിൽ കിൽസ് ദ അനിമൽ ലൈഫ് ബൈ ഡിപ്ലീറ്റിംഗ് ദ ഓക്സിജൻ കണ്ടൻറ്റ് ആൻഡ് ലീഡ്സ് ടു subsequent loss of biodiversity, and that is termed as the eutrophication. Okay, so അത് മനസ്സിലായല്ലോ. then വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്, that is termed as blue baby syndrome. blue baby syndrome എന്താണെന്ന് നോക്കി നോക്കാം. നമുക്കറിയാം ഈ നൈട്രജൻ ഫെർട്ടിലൈസേഴ്സിലൊക്കെ നൈട്രജൻ നൈട്രേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അമോണിയം നൈട്രേറ്റ് അങ്ങനെ പറയുന്നത് നൈട്രേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ നൈട്രേറ്റ്സ്, ഈ ഫെർട്ടിലൈസേഴ്സൊക്കെ നമ്മുടെ ശരീരത്തിലെത്തിയാൽ, ഹ്യൂമൻ ബീയിങ്സിൻ്റെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ നൈട്രേറ്റ് എല്ലാം നൈട്രൈറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. നൈട്രേറ്റിനെ റെഡ്യൂസ് ചെയ്താലാണ് നൈട്രൈറ്റ് ഉണ്ടാവുക. ആരാണ് ഈ റെഡ്യൂസ് ചെയ്യുന്നത്? ബൈ ഇൻഡസ്ട്രിനൽ ബാക്ടീരിയ. നമ്മളുടെ വയറ്റിലെത്തിക്കഴിഞ്ഞു വെച്ചാൽ ഇൻഡസ്ട്രിനൽ ബാക്ടീരിയാസ് എല്ലാം ഈ നൈട്രേറ്റിനെ നൈട്രൈറ്റാക്കി മാറ്റും. അപ്പോൾ ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന ഡിസീസിനെയാണ് എന്ത് പറയുന്നത്? ബ്ലൂ ബേബി സിൻഡ്രോം എന്ന് പറയുന്നത്. ഓർ മെത്തമോഗ്ലോബമിയ പറയും. മെത്തമോഗ്ലോബിനാമിയ എന്ന് പറയും. ദാറ്റ് ഈസ് ബ്ലൂ ബേബി സിൻഡ്രോം. എന്തുകൊണ്ടാണ് ഈ പേര് വെച്ചാൽ ദിസ് നൈട്രേറ്റ് വിൽ ഇൻ്റർഫിയർ ദ ഓക്സിജൻ ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ബ്ലഡ് സെൽസ്. ബ്ലഡ് സെല്ലിൻ്റെ ഓക്സിജൻ ബിയറിംഗ് കപ്പാസിറ്റീനെയാണ് അത് പ്രിവെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു പെയിലായിട്ട് ഒരു ചോര ഇല്ലാത്ത കുട്ടികളെന്നൊക്കെ പറയില്ല, നമ്മളൊരു പെയിലായിട്ട് കാണും. ആൻഡ് ദാറ്റ് വിൽ ലീഡ്സ് ടു സഫോക്കേഷൻ. ഓക്സിജനെ ബൈൻഡ് ചെയ്യാനുള്ള എഫിഷ്യൻസിയെ കുറയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് സഫോക്കേഷൻ തോന്നും, റെസ്പിറേറ്ററി ഒരു ശ്വാസം മുട്ടൽ, അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ തോന്നും. നമ്മുടെ വസ്കുലർ സിസ്റ്റത്തിനെയൊക്കെ അത് ബാധിക്കും. Okay, so what is blue baby syndrome? The fertilizers may contain nitrate. When nitrate enter into human bodies, that will reduce into nitrite by intestinal bacteria. This nitrate will affect the oxygen carrying capacity of the blood, causing suffocation as well as respiratory problems and vascular problems, and that condition is termed as blue baby syndrome. Okay, now how we can reduce the water pollution by fertilizers? Fertilizers കാരണമുള്ള വാട്ടർ പൊല്യൂഷൻ എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം? ബൈ യൂസിങ് ബയോ ഫെർട്ടിലൈസേഴ്സ്, അല്ലേ? നമ്മളുടെ അറ്റ്മോസ്ഫിയറിന് ബുദ്ധിമുട്ടില്ലാത്ത ബയോ ഫെർട്ടിലൈസേഴ്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനത്തെ പല ബാക്ടീരിയാസ് ഉണ്ട്, റൈസോബിയം, അസോസ്പിറിലിയം, അങ്ങനെയൊക്കെ പറഞ്ഞ ബാക്ടീരിയ ഒക്കെ ഉണ്ട്. അവരുടെ പ്രത്യേകത അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ നേരിട്ടത് നൈട്രേറ്റ് ആക്കി മാറ്റും. ഓക്കെ, നമ്മൾ ഈ നൈട്രേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ബാക്ടീരിയാസ് ബയോ ഫെർട്ടിലൈസേഴ്സ് വിൽ കൺവേർട്ട് ദ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻ ടു നൈട്രേറ്റ്. അപ്പോൾ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ കെമിക്കൽ ബയോ ഫെർട്ടിലൈസേഴ്സ് നമുക്ക് ഒഴിവാക്കാം. ആൻഡ് വെൻ ക്യാൻ പ്രിവെൻറ്റ് ദ യൂട്രോഫിക്കേഷൻ, ബ്ലൂ ബേബി സിൻഡ്രോം ഒക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഫാർമേഴ്സിൻ്റെ ഇടയിൽ അതിനൊരു പ്രോപ്പർ എഡ്യൂക്കേഷനൊക്കെ കൊടുത്ത് അവരെ ബോധവാന്മാരാക്കുക, ബയോ ഫെർട്ടിലൈസേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുക. Next we want to study water pollution by heavy metals. അപ്പോൾ ഏതൊക്കെ പഠിച്ചു? വാട്ടർ പൊല്യൂഷൻ ബൈ sewage, water pollution by industrial effluents, then by soaps and detergents, then pesticides, fertilizers, then heavy metals. And you know the heavy metals like mercury, cadmium, chromium,
arsenic, chromium, etc. will enter into these water bodies by various industries like mining industries, then ore processing industries, then paint industries, then there is another chemical industries, leather industries. അപ്പോൾ ഇങ്ങനെ വേരിയസ് ഇൻഡസ്ട്രീസിൽ നിന്നാണ് ഹെവി മെറ്റൽസ് ഡിസ്ചാർജ് ഇൻ ടു വാട്ടർ ബോഡീസ്. അതർ വേ എന്ന് പറയുന്നത് നമ്മളുടെ ഡൊമസ്റ്റിക് സീവേജിലും ഹെവി മെറ്റൽസ് ഉണ്ടായിരിക്കും. ആൻഡ് ദെൻ അഗ്രികൾച്ചറൽ റൺ ഓഫിലുണ്ടായിരിക്കാം. ദെൻ കൊറോഡഡ് പൈപ്പ്, ഈ തുരുമ്പിച്ച പൈപ്പിലൂടെ നമ്മൾ വാട്ടർ ബോഡീസ് കഴിയുമ്പോൾ അങ്ങനെയും ദാറ്റ് വിൽ ലീഡ്സ് ടു ഹെവി മെറ്റൽസ് ഇൻ ദി വാട്ടർ ബോഡീസ്. So heavy metals like mercury, cadmium, chromium, arsenic, etc. will enter into water bodies mainly through various industries like mining, ore processing industries, chemical, paint, metal coating, metal plating industries also, and by domestic sewage, agricultural runoff, and that is what is this, corroded metal pipes, etc. So that is the accumulation of heavy metals in water bodies. Now we want to study each one by one and their aftermath. First we want to study lead. What is the lead pollution in water? Usually the lead will enter into water by the industries such as petroleum industries use ചെയ്യുന്നുണ്ട്. It will enter through from petroleum industries, paint, then ceramics, etc. battery use ചെയ്യുന്നുണ്ട്. Okay, battery, etc. പിന്നെ then burning of leaded petrol ഉണ്ടായിരിക്കും, leaded gasoline, അതെല്ലാം ബേൺ ചെയ്യുമ്പോഴൊക്കെ എൻ്റർ ചെയ്യുന്നുണ്ട്. Okay, so some various pesticides എന്നൊക്കെ lead will enter into water bodies. Petroleum, paint, ceramic, battery and leaded gasoline industries, അതിൽ നിന്നൊക്കെയാണ് lead water bodiesലേക്ക് എത്തുന്നത്. Next we want to check what are the detrimental effects of lead. lead ഉണ്ടായുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? Lead is highly toxic. It is highly toxic. Even a small concentration in water body can affect the aquatic organisms. Aquatic organisms അത് സാരമായിട്ട് ബാധിക്കും. Okay, and in animals and plants this usually accumulated in bondsലാണ് accumulate ചെയ്യുന്നത്. Okay, and that can interact with the SH group of proteinsiലുള്ള SH ഗ്രൂപ്പിനെ interact ചെയ്തിട്ട് that will leads to denaturation of proteins. പ്രോട്ടീൻ്റെ denaturation കാരണമാവുന്നു. And it will affect the breakdown of enzyme systemത്തിനെയൊക്കെ ബാധിക്കുന്നു. It will affect the enzyme systems and it will cause anemic ആവും, anemia ഉണ്ടാക്കുന്നു. Then it will affect kidney, brain, etc. Okay, and so it is high in children than adults. Children ആയിരിക്കും ഇതിനെ കൂടുതലായിട്ട് ബാധിക്കുന്നത്. So what is the poisonous effects of lead? It is highly toxic. Even a small quantities in water bodies can affect the aquatic life. In animals and plants it accumulated in bones and it will affect the SH group of proteins and leads to denaturation. It will affect enzymes. It causes anemia, cancer, kidney, brain. It can affect the kidney and brain. Okay, so that is the lead poison. Next heavy metal is mercury, Hg. Okay, and mercury is entered into water bodies by usually by in battery industries. ബാറ്ററീസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, മാനുഫാക്ചറിങ് ഓഫ് ബാറ്ററീസ് ആ ഇൻഡസ്ട്രീസിൽ നിന്ന് കിട്ടുന്നുണ്ട്. ദെൻ മെർക്കുറി വേപ്പർ ലാംപ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസിൽ നിന്ന്. ദെൻ ഫ്രം മെറ്റലർജിക്കൽ ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെയാണ് ഈ മെർക്കുറി വാട്ടർ ബോഡീസിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഹൈലി ടോക്സിക് ടുവേർഡ്സ് ദ aquatic and animal world. And usually in animals it will enter into through biomagnification. It will enter into animals in the form of methyl mercury ആയിട്ടാണ് enter ചെയ്യുന്നത്, methyl mercury.
സോ ബയോമാഗ്നിഫിക്കേഷൻ അറിയാലോ, ആ ഫുഡ് ചെയിൻ വഴി ഈ കണ്ടാമിനൻസ് ഒക്കെ ഹയർ ആയിരിക്കും ട്രോപ്പിക് ലെവലിൻ്റെ ഫസ്റ്റ് ഏറ്റവും ടോപ്പിൽ അല്ലേ. സോ ദാറ്റ് ഈസ് എൻ്റർ ഇൻ ടു മീഥൈൽ മെർക്കുറി. എന്താണ് ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ഇറ്റ് വിൽ ലീഡ്സ് ടു ബ്രെയിൻ ഡാമേജ്. ഇഫ് ഇറ്റ് ഈസ് ഹൈ ഇൻ കോൺസെൻട്രേഷൻ ഇറ്റ് വിൽ ലീഡ്സ് ടു ബ്രെയിൻ ഡാമേജ്. ഇത് പറയാനുള്ള കാരണം ദർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസീസ് കോൾഡ് മീനമാത ഡിസീസ്. കേട്ടിട്ടുണ്ടോ? മീനമാത ഡിസീസ്. ഓക്കെ, ഈ ഡിസീസ് ഈ പേര് വരാനുള്ള കാരണം ഇറ്റ് ഈസ് ഫസ്റ്റ് ഫൗണ്ട് ഇൻ ജപ്പാൻ ഇൻ 1960. ഒരു മീനമാത ബേ, ആ ബേയുടെ അടുത്ത് താമസിക്കുന്നവരൊക്കെ കൂടുതലായിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ഫിഷാണ് യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, ഈ ഫിഷ് അവർ കഴിച്ചിട്ട് അവിടെയുള്ള ആളുകളുടെ ദേഹത്ത് മീഥൈൽ മെർക്കുറി അക്യുമുലേറ്റ് ചെയ്തു. ഓക്കെ, സോ അവിടെയുള്ള കുറേ പേര് ഒരു ബ്രെയിൻ ഡാമേജ് വഴി മരണപ്പെട്ടു. ഓക്കെ, അപ്പോൾ മീനമാത ആ റിവറിൻ്റെ അടുത്തുണ്ടായത് കൊണ്ടാണ് അതിന് മീനമാത ഡിസീസ് എന്ന് പറയുന്നത്. ജപ്പാനിലാണ് ഫസ്റ്റ്. ആൻഡ് ഇറ്റ് വാസ് ഡ്യൂ ടു മെർക്കുറി പോയ്സൺ. മെർക്കുറി പോയ്സൺ കാരണം ഉണ്ടായ ഡിസീസാണ് മീനമാത ഡിസീസ്. സോ ദ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് മെർക്കുറി വിൽ ലീഡ്സ് ടു ബ്രെയിൻ ഡാമേജ്. അതായത് ഈ റിവറിൻ്റെ അടുത്തൊരു കെമിക്കൽ ഫാക്ടറി ഉണ്ടായിരുന്നു. ആ കെമിക്കൽ ഫാക്ടറിയിൽ നിന്നാണ് ഇതിലേക്ക് ഈ മീനമാത ബേയിലേക്ക് ഇങ്ങനെ മെർക്കുറി കൊണ്ടുവന്നിരുന്നത്. അത് ഫിഷിലൊക്കെ അക്യുമുലേറ്റ് ചെയ്തു. ആ ഫിഷിനെ ഈറ്റ് ചെയ്തവർക്കെല്ലാം ബ്രെയിൻ ഡാമേജ് സംഭവിച്ചിട്ട് പ്രശ്നമായി. സോ ദാറ്റ് ഈസ് ദ മീനമാത ഡിസീസ്. സോ ദാറ്റ് ഈസ് ദ എഫക്റ്റ് ഓഫ് മെർക്കുറി പോയ്സൺ. ദാറ്റ് ഈസ് മെർക്കുറി heavy metal in water pollution. Next heavy metal is cadmium. Okay, and that cadmium is entered into natural waters through effluents from electroplating industries, then paint industries, ink industries, and also from gold jewelry works. Gold jewelry like use cheyyunnundu. Okay, so that will leads to that will enter into water bodies, and it also has some adverse effect in humans, and it mainly accumulates in liver and kidneys. It will accumulate in liver and kidneys. എങ്ങനെയാണ്? ബയോമാഗ്നിഫിക്കേഷൻ പ്രോസസ്സ് വഴി വാട്ടറിൽ നിന്ന് നമ്മൾ മാൻകൈൻഡ് ട്രോപ്പിക് ലെവലിൽ ഹൈയിലുള്ളവരിലേക്ക് അത് അക്യുമുലേറ്റ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് വിൽ എഫക്റ്റ് ഓൺ ദി അക്യുമുലേറ്റ് ഓൺ ലിവർ ആൻഡ് കിഡ്നി ആൻഡ് പാൻക്രിയാസ്, thyroid, etc. and causes damage to lungs, kidney, etc. Okay, and another important thing of cadmium poisoning is known as Ithai disease. കേട്ടിട്ടുണ്ടോ? ഇത്തായ് ഡിസീസ് അല്ലെങ്കിൽ ഔക്ക് ഡിസീസ് എന്ന് പറയും. ഓക്കെ, ആൻഡ് this was also found in Japan to a people near the Jinsu River. ജിൻസു റിവറിന് അടുത്ത് താമസിക്കുന്ന ആളുകൾക്കാണ് ഈ ഒരു ഡിസീസ് കണ്ടത്. ഇത്തായി ഔക്ക് ഈ പേരിന് ഔ എന്ന് പറയുമ്പോൾ തന്നെ നോക്കൂ, ഒരു വേദനയാണ് അല്ലേ. ആൻഡ് ഈ അസുഖമുള്ളവർക്ക് ദെയർ ബോൺസ് വിൽ ഫ്രഗൈൽ, ബോൺസൊക്കെ ഇങ്ങനെ ഒടിഞ്ഞ് ഇതാവുന്ന വേദനയാണ് അവർക്ക് ഉണ്ടാവുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ഡ്യൂ ടു ദ അക്യുമുലേഷൻ ഓഫ് കാഡ്മിയം. അതായത് ജപ്പാനിലുള്ള ജിൻസു റിവർ, ആ റിവറിന് അടുത്തൊരു കെമിക്കൽ ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറിയിൽ നിന്ന് കാഡ്മിയം ഈ റിവർ വാട്ടറിൽ വന്നു. ഈ റിവർ വാട്ടറാണ് തൊട്ടടുത്തുള്ള റൈസ്, ഈ പാടത്ത് നെൽപ്പാടങ്ങളിൽ ഇറിഗേഷനായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ എന്തുണ്ടായി? ആ റൈസിൽ കാഡ്മിയം കണ്ടൻറ്റ് കൂടി. ആ റൈസ് ഉപയോഗിച്ചവർക്ക് എല്ലാവർക്കും ഹയർ എമൗണ്ട് ഓഫ് കാഡ്മിയം കിട്ടി. അത് ഈ ഇത്തായ് ഡിസീസിന് കാരണമായി. ഔക്ക് ഡിസീസ്, ആ പേരിൽ തന്നെ പറയുന്നത് അതിൻ്റെ വേദനയാണ് സൂചിപ്പിക്കുന്നത്. ബോൺസൊക്കെ ഇങ്ങനെ നുറുങ്ങുന്ന വേദനയാണ്. ഓക്കെ, അങ്ങനെ കുറേ പേര്, തൗസൻഡ്സ് ഓഫ് പീപ്പിൾസ് ആർ ഡൈഡ് ത്രൂ ദിസ് മൈക്രോ ഫ്രാക്ചർ ഓഫ് ബോൺസ്, ആൻഡ് ദാറ്റ് ഈസ് ദ കാഡ്മിയം പോയ്സണിങ്. ഓക്കെ, സോ ഇലക്ട്രോപ്ലേറ്റിംഗ്, പെയിൻറ്റ്, ഇങ്ക്, ഗോൾഡ് ജ്വല്ലറി വർക്ക്സ് എന്നൊക്കെയാണ് കാഡ്മിയം എൻ്റർ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഹാവ് അഡ്വേഴ്സ് എഫക്റ്റ് ആൻഡ് അക്യുമുലേറ്റ് ചെയ്യുന്നത് ബയോമാഗ്നിഫിക്കേഷൻ പ്രോസസ്സാണ്. എന്താ ബയോമാഗ്നിഫിക്കേഷൻ? ബാക്ടീരിയ കൺസ്യൂം ചെയ്യും, അതിനെ ഫിഷ് കൺസ്യൂം ചെയ്യും, ഫിഷിനെ ബേർഡ് കൺസ്യൂം ചെയ്യും, അതിനെ മാൻ കൺസ്യൂം ചെയ്യും അല്ലേ. അപ്പോൾ ബയോ അക്യുമുലേഷൻ വഴി മാനിൽ വരും. An important thing is Ithai or Auka disease first observed in Japan near the Jinsu River. Okay, അവിടെയുള്ള കെമിക്കൽ ഫാക്ടറി എന്നുള്ളത് ആ വാട്ടർ ഉപയോഗിച്ചിട്ട് റൈസ് ഉണ്ടാക്കിയപ്പോൾ ആ റൈസ് ഈറ്റ് ചെയ്തവർക്ക് എല്ലാവർക്കും ഈ അസുഖം വന്നു. Next heavy metal is chromium, and that chromium is also entered into water bodies by metal plating industries. Metal plating, chromium plating ഒക്കെ ഉണ്ട്, metal plating industries ആണ്. And it is also highly toxic, and it will affect the aquatic organisms and humans. And in humans it will affect skinനെ affect ചെയ്യും, and leads to respiratory disorders, ശ്വാസം മുട്ടൽ പോലുള്ള ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാകും. Okay, so and also respiratory
റെസ്പിറേറ്ററി ട്രാക്ക് ക്യാൻസർ, ഈ നമ്മൾ റെസ്പിറേറ്ററി പ്രോസസ്സ് ഉണ്ടാകുന്ന ആ ലങ് ട്രാക്കിന് ക്യാൻസർ ഉണ്ടാക്കും. സോ ക്രോമിയം ഈസ് ഓൾസോ ഹാവ് adverse effect. It will enter into water bodies by metal plating industries and will affect the skin, respiratory organs, etc. And the last we want to study arsenic. Arsenic is generally enter into water bodies by pesticides. Arsenic pesticides use ചെയ്യുന്നുണ്ട്, and also by pesticide mining industries യൂസ് ചെയ്യുന്നുണ്ട്. ഫ്രം പെസ്റ്റിസൈഡ്സിലൂടെയും മൈനിങ് ഇൻഡസ്ട്രീസിലൂടെയാണ് ആർസനിക് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഓൾസോ ഇൻഹിബിറ്റ്സ് ദ ആക്ഷൻ ഓഫ് എൻസൈം ആക്ഷനെ അത് ഇൻഹിബിറ്റ് ചെയ്യുന്നു, ആൻഡ് ക്യാൻ ഓൾസോ കോസ് ക്യാൻസറിന് കാരണമാവാം. ഓക്കെ, സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ്. ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? ഹെവി മെറ്റൽസ് എൻ്റർ ചെയ്യുന്നത് വേരിയസ് ഇൻഡസ്ട്രീസിൽ നിന്നാണ്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ആർ ലെഡ്, മെർക്കുറി, കാഡ്മിയം, ക്രോമിയം, ആർസനിക്. അതിൽ ഇത് രണ്ടും പഠിച്ചു വയ്ക്കണം. മെർക്കുറി കാരണം ഉണ്ടാകുന്നതാണ് മീനമാത മെർക്കുറി എന്ന് ആലോചിച്ചാൽ മതി, MM. ഓക്കെ, ആൻഡ് ഇതായ് കാഡ്മിയം, ഇതായ് അല്ലെങ്കിൽ ഔക്ക് കാഡ്മിയം ഡിസീസ്. ഓക്കെ, ആൻഡ് ക്രോമിയം, ആർസനിക്, എക്സെട്ര. നെക്സ്റ്റ് ഈസ് ബയോ അക്യുമുലേഷൻ ആൻഡ് ബയോ മാഗ്നിഫിക്കേഷൻ. എന്താണ് ബയോ അക്യുമുലേഷൻ നോക്കാം. There are certain pollutants like pesticides, fertilizers, chlorinated compounds, etc. that will accumulate in the organisms and they are persist ചെയ്ത് എടുക്കണം, ഒരിക്കലും ഡീഗ്രേഡ് ചെയ്യാതിരിക്കുകയാണ്. And that process is called biological accumulation. That is accumulation of pollutants and that are persistent in nature are called biological accumulation. നമ്മുടെ ബോഡിയിൽ അത് അക്യുമുലേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? ബയോ അക്യുമുലേഷൻ. ഓക്കെ, ഹെവി മെറ്റൽസ്, പെസ്റ്റിസൈഡ്സ്, ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കുന്നു. ആൻഡ് ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് ആസ് ബയോ അക്യുമുലേഷൻ. ദെൻ നെക്സ്റ്റ് വി വാണ്ട് ടു സ്റ്റഡി വാട്ട് ഈസ് ബയോ മാഗ്നിഫിക്കേഷൻ. നമുക്കറിയാം, നമ്മളെ വാട്ടർ ബോഡീസിൽ പൊല്യൂട്ടൻസ് ഉണ്ടായിരിക്കും അല്ലേ? ഹെവി മെറ്റൽസ്, പെസ്റ്റിസൈഡ്സ്, ഫെർട്ടിലൈസേഴ്സ്. ആ വാട്ടറാണ് ചെറിയ സൈറ്റോ പ്ലാങ്ക്ടണൊക്കെ യൂസ് ചെയ്യുന്നത്. അതിനെയാണ് ഇൻസെക്ട്സും സ്മോൾ ഫിഷൊക്കെ യൂസ് ചെയ്യുന്നത്. ഇവരെ ലാർജ് ഫിഷ് യൂസ് ചെയ്യും, അതിനെ ബേർഡ്സ് യൂസ് ചെയ്യും, മാൻ ഫിഷിനെ യൂസ് ചെയ്യും അല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? ഓരോ ലെവലിലും കൺസ്യൂം ചെയ്യുന്ന ഫുഡ് കൂടുതലാണ് അല്ലേ? മാൻ കഴിക്കുന്ന ഫുഡ് കൂടുതലാണ്, ബട്ട് വെൻ കമ്പയർ ടു എ സ്മോൾ ഫിഷ് കഴിക്കുന്നത് കുറവാണ്. ഓക്കെ, സോ വാട്ട് വിൽ ഹാപ്പൻ? ദ ബയോ അക്യുമുലേഷൻ വിൽ ഇൻക്രീസസ് അറ്റ് ഹയർ ലെവൽസ്. ഓരോ ലെവലിലും ബയോ അക്യുമുലേറ്റ് ചെയ്യുന്ന പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ ആ പൊല്യൂട്ടൻസിൻ്റെ എമൗണ്ട് കൂടുന്നു. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ബയോ മാഗ്നിഫിക്കേഷൻ. അറ്റ് ഈച്ച് ഇതിനെ ട്രോപ്പിക് ലെവൽ എന്നുള്ള പറയുക അല്ലേ? ഈച്ച് trophic level the accumulation is higher. Accumulation of persistent pollutant increases because the food consuming increases. Okay, and that process is termed as biomagnifications. Okay, അതുകൊണ്ട് തന്നെ വളരെ പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ക്ലോറിനേറ്റഡ് പെസ്റ്റിസൈഡ്സ്, ഹെവി മെറ്റൽസ് ഒക്കെ നമ്മുടെ ബോഡീസിൽ അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുന്നു. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, DDT എന്നുള്ളത് അവിടെ അന്റാർട്ടിക്കയിലുള്ള പെൻഗ്വിൻസ്, അന്റാർട്ടിക്ക അവിടെ ഒന്നും കൃഷിയൊന്നും ഇല്ല അല്ലേ? എന്നിട്ടും അവിടെയുള്ള പെൻഗ്വിൻസിൽ DDTയുടെ എമൗണ്ട് കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അല്ലേ? അവിടെ എന്തെങ്കിലും ഒരു നമ്മളുടെ സീയിലൂടെയൊക്കെ വന്നിട്ടുള്ള ഫിഷിലും ഒക്കെ കിട്ടിയതാണ് ഈ അവിടെയുള്ള പെൻഗ്വിൻസിനൊക്കെ. അന്റാർട്ടിക്കയിലുള്ള പെൻഗ്വിൻസിൽ വരെ DDTയുടെ എമൗണ്ട് ഉണ്ട്. സോ ദാറ്റ് ഈസ് ടേംഡ് ആസ് ബയോ അക്യുമുലേഷൻ. അക്യുമുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഫുഡ് ചെയിനിൽ ഹയർ ആൾക്കാർക്കും കൂടുതൽ അക്യുമുലേഷൻ നടക്കുന്നത്. അപ്പോൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് bio accumulation and bio magnification. Okay, so we can sum up. Today we started from water pollution, that is water pollution by pesticides. Pesticides like DDT, malathion, parathion, etc. will enter into water bodies by agricultural runoff, by spraying in air, by spraying in water to avoid the mosquitoes, etc. And that will enter into the food chain, and due to biomagnification process, their concentration is high in the tropic level, the top level of the tropic level. Okay, so usually in mankind. Okay, and usually the pesticides like chlorinated hydrocarbons can affect the nerve system, reproductive system, and can cause cancer, etc. And that is, this chlorinated hydrocarbon cause hormonal imbalance. Organophosphate type pesticides can affect nerve system and leads to paralysis.
and it can affect the sex hormones and also sterility. And in the case of woman, that may leads to abortion, or the child can have deformation, and it will affect kidney, and high concentration may leads to death. An important example, endosulfan pesticide. Next we learn about the fertilizers. Fertilizers are used to increase the yield. There are nitrogen, phosphorus, potassium fertilizers, and if it is in excess, that will enter into water bodies. And two important things are happen: eutrophication and blue baby syndrome. Eutrophication means the fertilizer content, nitrogen and phosphorus, makes the water bodies nutrient rich and will lead to the massive algal growth, and that will reduce the oxygen amount, and that will lead to the water bodies a dead pod. Okay, and it will reduce the create an anaerobic conditions and will lead to foul smelling. So eutrophication is the massive growth of algal by the excess of nitrogen and phosphorus, and thereby kills the aquatic life by reducing oxygen. Then what is blue baby syndrome? The nitrate present in fertilizers will change into nitrite by human intestinal bacteria. This nitrate can prevent the oxygen holding capacity of blood and will lead to the disease like blue baby syndrome. And that is about blue baby syndrome. Next we learn about different heavy metals like lead, mercury, cadmium, chromium, arsenic, and its aftermath. Important: mercury, Minamata disease; cadmium, ethylene. Then we learn about biomagnification, bioaccumulation and biomagnification. Bioaccumulation means accumulation of this pollutant in our bodies. Biomagnification means by through food chain, higher accumulation at the top of the trophic level, usually for mankind.